ജീസസ് കർത്താവേ, സ്തോത്രം സ്തോത്രം. Hallelujah. ദൈവസന്നിധാനത്തിൽ നമുക്ക് ഇന്ന് രാവിലെ സമയം അടുത്ത് വരുവാൻ പ്രത്യേകാല ഈ മാസത്തെ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ സെഷൻ പ്രകാരം ഓൺലൈനിൽ സൂം മീറ്റിങ്ങിലൂടെ നടത്തുവാൻ കർത്താവ് നമുക്കിടയാക്കുന്നല്ലോ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ നടത്തിയ എല്ലാ വിധങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് ഇന്ന് പകൽക്കാലം വീണ്ടും ആ പാതപടെ നമുക്ക് അടുത്ത് വരാം. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നടത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവ് ഏറ്റവും ഒരു കാലഘട്ടത്തിലേക്ക് നാം എത്തിയിരിക്കുന്നു. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഹല്ലേലൂയ ലോകവും പാടും നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, കർത്താവിൻ്റെ വരവിനെ നോക്കി പാർത്ത് ദൈവരാജ്യത്തിന് വേണ്ടി ഈ ദേശത്തും കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. അതിനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കുന്ന രാവിലെ കാലം ഹല്ലേലൂയ കൂട്ടായ്മ അനുഗ്രഹമായി തീരുവാൻ, ഹല്ലേലൂയ ദൈവ സാന്നിധ്യം നാം എല്ലാവരും അനുഭവിച്ചറിയുവാൻ കൂട്ടിക്കൊണ്ടുവന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് വാസ്തവമായി അനുഗ്രഹിപ്പാൻ, ജീവിതത്തിൽ വലിയ വിടുതലുകൾ, അനുഗ്രഹങ്ങൾ ഈ ദിവസങ്ങൾ പ്രാപിപ്പാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. അതിനായി ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഒരു നിമിഷം കണ്ണുകൾ ദിവസം അടച്ച് ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവെ, ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു. അവിടുത്തെ സാന്നിധ്യത്തിനായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ അവിടുത്തെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. അവിടുത്തെ അനുഗ്രഹങ്ങളാൽ വിടുതലുകളാൽ ഞങ്ങളെ സഹായിക്കണം. ഹല്ലേലൂയ. ഞങ്ങളെ വിടുവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽക്കാലം ദിവസത്തിലായിരിക്കുന്നവരെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുകൃപ ഞങ്ങളുടെ മേൽ ചൊരിയുമാറാകണമേ. സ്തോത്രം, 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 സ്തോത്രം. ഈ മാസത്തെ ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥന ഇത്രത്തോളം അങ്ങ് അനുഗ്രഹമാക്കി തീർത്ത് അവിടുത്തെ കൃപയ്ക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തിൽ സമർപ്പിപ്പാൻ തരുന്ന സമയത്തിനായി സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം നമ്മുടെ ഭവനങ്ങളിലായിരിക്കുമ്പോൾ അല്പസമയം ദൈവത്തെ സ്തുതിച്ച് ഇന്ന് പകൽക്കാലം ആരാധന ദൈവമഹത്വം വെളിപ്പെടുവാൻ, ഹല്ലേലൂയ, നമ്മുടെ വിഷയങ്ങളെ സമർപ്പിക്കുന്ന സമയം ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ സ്വർഗം നടകൊള്ളുവാൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ കരം ഈ ദിവസങ്ങളിൽ നാം വീണ്ടും അനുഭവിച്ചറിയുവാൻ ദൈവം ഇടയാക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു, അവിടുത്തെ നാമത്തിൻ്റെ മഹത്വം കരയറ്റുന്നു. ദൈവകൃപയ്ക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിൽ അവിടുത്തെ മക്കളായി ഞങ്ങൾക്ക് അടുത്തു വന്ന് അങ്ങ് ആരാധിപ്പാൻ, അവിടുത്തെ നാമത്തെ പാടി വാഴ്ത്തുവാൻ, ഹല്ലേലൂയ. പ്രത്യേക ഉപവാസ പ്രാർത്ഥനയുടെ ദിനങ്ങളിൽ ഈ പകൽക്കാലം ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ദൈവത്തെ ആരാധിപ്പാൻ ഞങ്ങൾക്ക് തരുന്ന കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അവിടുത്തെ സ്ഥലം ഞങ്ങൾ കൂടി വരുമ്പോൾ ഹല്ലേലൂയ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യേ ഉള്ളതിനാൽ സ്തോത്രം. ഞങ്ങൾ ഏതൊരു കാര്യം ദൈവത്തിൽ അറിയിക്കുന്നോ അതിന്മേലെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം, കൃപ, നടത്തിപ്പ് ഉള്ളതിനാൽ സ്തോത്രം ചെയ്യുന്നു. പകൽക്കാലം കൂട്ടിവരുത്തിയ ദൈവജനത്തിനായി പ്രത്യേകാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളായിരിക്കുന്ന ഈ സാഹചര്യങ്ങളിൽ കർത്താവിൻ്റെ കരുണ ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടണം. പ്രത്യേകാല ഈ ദേശത്ത് ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപയെ ഞങ്ങൾ എത്രത്തോളം കാത്തു പരിപാലിച്ചു. അവിടുത്തെ കരുണയാണ്, അവിടുത്തെ പരിപാലനമാണ്, അവിടുത്തെ സൂക്ഷിപ്പാണ്. അതെല്ലാം ഒന്നുമില്ലപ്പാ. ഈ വർഷത്തിന് 2 മാസങ്ങൾ ഞങ്ങളെ വിട്ട് കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഈ വർഷത്തിൻ്റെയും ഈ മാസത്തിൻ്റെയും ഫെബ്രുവരി മാസത്തിൻ്റെ അവസാന ദിവസം ഞങ്ങൾ ദൈവസന്നിധിയിൽ എത്തപ്പെടുവാൻ കർത്താവ് ഇടയാക്കുന്നല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ഈ ദിവസങ്ങൾ പ്രത്യേക ഉപവാസ പ്രാർത്ഥനയ്ക്കായി വേർതിരിച്ച് ചില നിമിഷങ്ങൾ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് ദൈവസഭയായി തരുന്ന ഈ പ്രത്യേക അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. അതിനായി കൂട്ടിവരുത്തിയ ദൈവജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും അവിടുന്ന് വാസ്തവമായി നിഗ്രഹിക്കുമാറാകണം കർത്താവ്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായിരിക്കുന്ന ഇടങ്ങളിൽ അവരെ ഓരോരുത്തരെയും സഹായിക്കണം. ഇന്ന് പകൽക്കാലം ജോലി മേഖലയിലായിരിക്കുന്നവരുണ്ട്, പലവിധമായ ആവശ്യങ്ങളുടെ മുഖത്ത് ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരെയും തിരക്കരങ്ങളിൽ സമർപ്പിക്കും. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ ഇന്ന് പകൽക്കാലം സമർപ്പിപ്പാൻ കൃപ ചെയ്യണമേ. അവിടുത്തെ നാമത്തെ പാടി ആരാധിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി തരണമേ. സന്നിധി ബോധത്തോടെ, ഹല്ലേലൂയ, ഏകാഗ്ര ഹൃദയത്തോടെ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞായിരിക്കാൻ ഞങ്ങളേവരും ഇവിടുന്ന് ഇടയാക്കുമാറാകണമേ. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനങ്ങൾ ഇന്ന് പകൽക്കാലം കർത്താവേ, പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ മധ്യ വെളിപ്പെടുവാൻ, അത് ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ, വിടുതലായി തീരുവാൻ കർത്താവ് ഇടയാക്കണം. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവൃത്തി ദേശത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവ് സാധ്യമാകുവാൻ, ഞങ്ങളുടെ തലമുറയിൽ അത് സാധ്യമാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ മാതാപിതാക്കൾ പല ശാരീരിക ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. അവർ കർത്താവ് ബലവും ആരോഗ്യം വിടുതൽ നൽകണമേ. കർത്താവ് സൗഖ്യദായക ശക്തി അയച്ച് ഇന്ന് പകൽക്കാലത്തെ കൂട്ടായ്മ വലിയ വിടുതലുകൾ പ്രാപിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ആദ്യോടൊന്നും പരിശുദ്ധാത്മാവിനെ നയിച്ചാട്ട് മാനവും മഹത്വം അങ്ങയ്ക്ക് യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ
ആമേൻ. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും കഥാവിൽ വന്ദനം. സ്തോത്രം. ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ പ്രത്യേക നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ ഈ ദിനങ്ങളിൽ ഇപ്രകാരം ദൈവസന്നിധിയിൽ കൂടി വരുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ. പ്രാരംഭത്തിൽ ഒരു പാട്ട് പാടി അല്പസമയം ദൈവത്തെ ആരാധിച്ച അനന്തരം പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് നമുക്ക് പ്രവേശിപ്പാൻ കർത്താവ് ഇടയാക്കി തീർക്കട്ടെ. ഇന്ന് പകൽക്കാലം ദൈവസ്ഥലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമുക്ക് അനുഭവിച്ചറിയുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്. ചേർന്ന് പാടി കരങ്ങളെ തട്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. Praise the Lord Jesus. Glory to God. അവനുടെ ചുവടുകളെ അനുഗ്രഹിച്ചിടും.
പകൽക്കാലം ദൈവസനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിൽ വന്ദനം അറിയിക്കുന്നു. നമ്മുടെ ഉപവാസ പ്രാർത്ഥന, ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ഈ മൂന്നാമത്തെ സെഷനിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഇടയാക്കുന്ന എല്ലാ കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നാമം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നുകൊണ്ട് ആ പാതവിടെ ഇരുന്ന ദൈവസന്നിധിയിൽ വചനം ധ്യാനിപ്പാൻ കർത്താവ് നമുക്ക് അവസരങ്ങളെ ഒരുക്കി. അതോർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലവും ആ വചനത്തിൻ്റെ തുടർന്നുള്ള ധ്യാനത്തിനായി നമ്മെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് നാം വായിച്ച് ധ്യാനിച്ചത്. സ്തോത്രം. അവിടെ ഇപ്രകാരം വായിക്കുന്നു. ആക്ട്സ് ചാപ്റ്റർ 1 വേഴ്സ് 6 to 8. അവിടെ പറയുന്നു, ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. So when they had come together, they asked him, Lord, will you at this time restore the kingdom of Israel? He said to them, it is not for you to know times of seasons that the Father has fixed by his own authority, but you will receive power when the Holy Spirit has come upon you, and you will be my witnesses in Jerusalem and in all Judea and Samaria and to the ends of the earth. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് തൊട്ട് മുൻപുള്ള ഒരു പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു കൽപ്പനയും സ്തോത്രം ഒരു സ്റ്റേറ്റ്മെൻറ്റുമാണ് നാം വായിച്ചത്. സ്തോത്രം. ശിഷ്യന്മാർ ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്. നമുക്ക് ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞതാണ്. അവർ രാഷ്ട്രീയപരമായ ചോദ്യം ചോദിച്ചത്. സ്തോത്രം. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഊന്നി വാഗ്ദത്തങ്ങൾ, പ്രവചന പുസ്തകങ്ങളിലെ വാഗ്ദത്തങ്ങളൊക്കെ മുൻനിർത്തി ചോദിച്ച ചോദ്യമാണ്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് എന്താണ്? വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യെരൂശലേം വിട്ട് വാങ്ങിപ്പോകരുത്, യെരൂശലേമിൽ തന്നെ കാത്തിരിക്കണം. അപ്പോൾ ഈ ശിഷ്യന്മാർ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നതിന് മുമ്പ് ഇവരെ പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച്, പരിശുദ്ധാത്മ നിറവിനെക്കുറിച്ച്, മാളികമുറിയിൽ സംഭവിച്ച സ്തോത്രം ആ വലിയ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇവർക്ക് ആവശ്യമാണെന്നതിനെക്കുറിച്ച് ഇവരെ ബോധ്യപ്പെടുത്തുവാൻ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ഐഹിക കാലത്തിലും അതിനുശേഷവും ശ്രമിച്ചു. സ്തോത്രം. എന്നാൽ ഇവരുടെ മനസ്സിൽ ആ ചിന്തകളല്ല അവരെ ഭരിച്ചിരുന്നത്. Their hearts were ruled by some other thoughts, which was purely political, which was purely from this earth. ഈ ലോകത്തിൽ ഭൗതികപരമായി, രാഷ്ട്രീയപരമായി, അധികാരപരമായിട്ടുള്ള ചിന്തകളാണ് അവരെ ഭരിച്ചിരുന്നത്. സ്തോത്രം. എന്നാൽ അതിൽ നിന്ന് അവരെ വ്യതിയേൽപ്പിക്കുവാൻ അതല്ല പ്രാധാന്യമുള്ളത്. അത് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമല്ല. അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നത് തെറ്റല്ല ഒരിക്കലും. പക്ഷേ ഏറ്റവും പ്രധാനമായത് എന്ത് എന്നുള്ളത്, സ്തോത്രം, അവരെ ധരിപ്പിക്കാനാണ് കർത്താവായ യേശുക്രിസ്തു ചെയ്തത്. ഈ കാലഘട്ടത്തിലും ദൈവസഭയുടെ പ്രധാന ദൗത്യം ഇതാണ്. സ്തോത്രം. ആളുകൾ നമ്മുടെ അടുത്ത് വരും, അവർ വിടുതലിനായും സ്തോത്രം പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടിക്കായിട്ടൊക്കെ വരുമ്പോൾ സ്തോത്രം ദൈവസഭയുടെ പ്രധാന ദൗത്യം എന്താണ്? ദൈവസഭ കാംക്ഷിക്കേണ്ടത് എന്താണ്? വിശ്വാസികളെ എന്തിലേക്കാണ് ദൈവസഭ നടത്തേണ്ടത്, ദൈവദാസന്മാർ നടത്തേണ്ടത്? ഇത് നമുക്ക് ബോധ്യമാകണം. സ്തോത്രം. നാം അവരോട് പറയേണ്ടത് സ്തോത്രം കർത്താവിൻ്റെ അധികാരത്തിലിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് സ്തോത്രം ചോദ്യങ്ങൾ ചോദിച്ചോ അതിനെക്കുറിച്ച് അതിനുവേണ്ടി സമയവും എനർജിയും നാം ചെലവഴിക്കാതെ ദൈവത്തിൻ്റെ അധികാരത്തിൽപ്പെട്ടതിനെ ദൈവത്തിന് വിട്ടുകൊടുക്കുകയും സ്തോത്രം നാം ദൈവസന്നിധിയിൽ യഥാർത്ഥമായി കാംക്ഷിക്കേണ്ടത് എന്തെന്നുള്ളത് നാം ദൈവസഭയെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. സ്തോത്രം. ഈ ദിനങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു ബോധ്യപ്പെടുത്തൽ പലയിടത്തുമില്ല. സ്തോത്രം. അതുകൊണ്ട് ജനം ഇതിനായി പ്രാർത്ഥിക്കുന്നില്ല, കാംക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പണ്ടൊക്കെ ദൈവസഭകളിൽ നമ്മുടെ സ്തോത്ര പിതാക്കന്മാർ ആരാധിച്ചിരുന്ന ദൈവസഭകളിലെ പ്രവണതകൾ നോക്കണം. ഉപവാസ പ്രാർത്ഥനകളുണ്ട്. എല്ലാ മാസവും ഉപവാസ പ്രാർത്ഥനയിൽ ദൈവദാസന്മാർ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കണം. സ്തോത്രം. ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തും. സ്തോത്രം. എന്നിട്ട് തലമുറകൾ, ചെറുപ്പക്കാർ, പ്രായമുള്ളവർ ദൈവസഭയിലേക്ക് ഒരുവൻ രക്ഷിക്കപ്പെട്ട് വന്നാൽ, സ്നാനപ്പെട്ട കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് വന്നാൽ അത് അടുത്ത പടി പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുക എന്നുള്ള അനുഭവത്തിലേക്ക് അവരെ നയിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. ഇന്ന് നമ്മളുടെ പ്രയോറിറ്റീസ് മാറിപ്പോയി. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ അതിനുവേണ്ടി സ്തോത്രം ആളുകൾ സ്തോത്രം ആഗ്രഹിക്കാത്തതും അതിനുവേണ്ടി ആളുകൾ നയിക്കപ്പെടാത്തതും. ഒരിക്കലും നമ്മുടെ തലമുറകളൊക്കെ തനിയെ ഇതിലേക്ക് ഈ ഒരു അവസ്ഥയിലേക്കും ഈ ഒരു പ്രാർത്ഥനയിലേക്കും കടന്നു വിചാരിക്കരുത്. നമ്മുടെ ദൈവസഭയിൽ നാം നിരന്തരം ഇതിനെക്കുറിച്ച് പറയുന്നത് കൊണ്ടാണ് പല കുഞ്ഞുങ്ങളും ഇതിനുവേണ്ടി ഫാസ്റ്റിംഗ് ചെയ്ത് പ്രാർത്ഥിപ്പാൻ തീരുമാനിച്ചത്. കാരണം അവർക്ക് ബോധ്യമായി ഇത് ആവശ്യമാണ്. സ്തോത്രം. ദിസ് ഇസ് നോട്ട് ആൻ ഓപ്ഷൻ.
സ്തോത്രം. പലയിടത്തും ഇതൊരു ഓപ്ഷനായി, ഇത് ചിലർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയ ഒരു അനുഭവമായി സ്തോത്രം ഇതിനെ വെച്ചിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നാം ചോദിക്കേണ്ട ആവശ്യമാണ്. സ്തോത്രം. നാം അവരെ എൻകറേജ് ചെയ്യേണ്ട ആവശ്യമാണ്, ജഡ്ജ് ചെയ്യാനല്ല. സ്തോത്രം. അവരെ താഴ്ത്തി കിട്ടുവാനല്ല. ഇത് സ്തോത്രം ദൈവവചനത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്നവർക്കുള്ള ഒരു അവകാശമാണ് എന്നുള്ളത് അവരെ ബോധ്യമാണ്. ഇത് പലയിടത്തും ഇന്ന് സംഭവിക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നാം വരുമ്പോൾ അവിടെയും നാം കാണുന്നുണ്ട്. സ്തോത്രം. ആദിമ നൂറ്റാണ്ടിൽ സ്തോത്രം അവിടെ ചോദിച്ചിരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം അത്. 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയിൽ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഇന്നും പ്രസക്തമാണെന്ന് നാം ചിന്തിച്ചോണം. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ശക്തമായി ആരംഭിച്ചൊരു കാലഘട്ടത്തിൽ സ്തോത്രം അവരെങ്ങനെയാണ് മുന്നേറിയത്, ദൈവസഭയുടെ ഏറ്റവും ശക്തമായ വളർച്ചയുണ്ടായ ഒരു കാലഘട്ടത്തിൽ അവരെങ്ങനെയാണ് മുന്നേറിയത്, എങ്ങനെയാണ് സ്തോത്രം ദൈവജനത്തെ അവർ പരിശീലിപ്പിച്ചത് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം അതിൻ്റെ സ്തോത്രം 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്ന, അപ്പൊല്ലോസ് കൊരിന്തിയിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടെന്ന് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. എഫെസോസിൽ ഡിസൈപ്പിൾസ്. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിലാണ്. 2-ാം വാക്യത്തിൽ പ്രകാരം കാണുന്നു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. സ്തോത്രം. ഒരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ യേശുവിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ പാതയെ പിൻപറ്റുന്ന ആളുകളെ അവിടുന്ന് വിളിച്ചിരുന്ന ഡിസൈപ്പിൾസ് ഓഫ് ജീസസ്. സോ ഹി മെറ്റ് സം ഡിസൈപ്പിൾസ് ഓഫ് ജീസസ് ദെയർ. ഹല്ലേലൂയ. ഇൻ എഫെസസ് ഹി ഫൗണ്ട് സം ഡിസൈപ്പിൾ. കർത്താവിനെ പിൻപറ്റിയ, ക്രിസ്തു മാർഗം സ്വീകരിച്ച, അങ്ങനെയാണ് അന്നത്തെ കാലത്ത് പറയുന്നത്. ക്രിസ്ത്യാനികൾ എന്ന വാക്കൊക്കെ പിന്നീടാണ് പ്രചാരം വരുന്നത്. ക്രിസ്തു മാർഗം സ്വീകരിച്ചവരെന്നാണ്, ദ പീപ്പിൾ ഓഫ് ദ വേ എന്നാണ് പറയുന്നത്. ക്രിസ്തു മാർഗം സ്വീകരിച്ച ശിഷ്യന്മാർ. സ്തോത്രം. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തെ പിൻപറ്റുന്ന അവരെ ശിഷ്യന്മാരെന്നാണ് വിളിച്ചിരുന്നത്. അനേക ശിഷ്യന്മാരെ സഭയോട് ചേർത്തു എന്ന് നാം വായിക്കുന്നുണ്ട്. സ്തോത്രം. അവിടെ രക്ഷിക്കപ്പെട്ടവരാണ് അവർ. യേശുവിൻ്റെ നാമത്തിൽ ത്രിയേക ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം ദൈവജനമാണ് എഫെസോസിൽ. അവിടെ ചെന്നപ്പോൾ അവരോട് ചോദിച്ച ചോദ്യം ഇതാണ്. അപ്പോസ്തലനായ പൗലോസ് ചോദിച്ചത്, നിങ്ങൾക്ക് സഭയുടെ ഉണ്ടോ, നിങ്ങൾക്ക് ആലയമുണ്ടോ, നിങ്ങൾക്ക് ആരാധിക്കാനുള്ള പ്രോസിക്യൂഷൻ ഉണ്ടോ, എങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ, പാസ്റ്റർ ഉണ്ടോ എന്നൊന്നുമല്ല ചോദിച്ചത്. സ്തോത്രം. ആദ്യം ചോദിച്ചത് സ്തോത്രം വിശ്വസിച്ചിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. സോ ദാറ്റ് ഈസ് എ വെരി ബേസിക് ക്വസ്റ്റ്യൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തലമുറകളെ ഇത് പഠിപ്പിച്ചേ മതിയാവും. ഇന്ന് പെന്തക്കോസ്തുകാരുടെ ദൈവസഭകളിൽ പോലും ഇതൊരു അടിയന്തരമായ ആവശ്യമായി പലപ്പോഴും ദൈവദാസന്മാർ ഇതിനെ പ്രസംഗിക്കുന്നില്ല. സ്തോത്രം. കാരണം അവർക്ക് ഒരുപാട് മറ്റു കാര്യങ്ങൾ ഇടപെട്ടിരിക്കുക. സ്തോത്രം. അന്നേരമാണ് ഇപ്പോൾ ഈ പരിശുദ്ധാത്മാ സ്നാനത്തെക്കുറിച്ച് പറയുന്നത്. ആളുകൾക്കൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്കിലേക്ക്, ആളുകൾക്ക് കർണരസകരമാറും ഉള്ള വിഷയങ്ങളിലേക്ക് ആളുകൾ സ്തോത്രം ഷിഫ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ, ദൈവസഭയ്ക്ക് ഒരു മടങ്ങിവരവ് ആവശ്യമാണ്. ഹല്ലേലൂയ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവത്തിലേക്ക് ഒരു മടങ്ങിവരവ് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ തലമുറ വരുന്ന കാലങ്ങളിൽ ഈ സമൂഹത്തിന് ഉപയോഗിക്കപ്പെടണമെങ്കിൽ അവരുടെ ഹല്ലേലൂയ അവർക്കുള്ള സ്തോത്രം ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി പോരാ. സ്തോത്രം. അവർക്കുള്ള ബുദ്ധിപരമായ ക്വാളിഫിക്കേഷൻസ് പോരാ, അവരുടെ പഠനം പോരാ. സ്തോത്രം. അറിവ് പോരാ. ഇതൊക്കെ അവർ പ്രാപിച്ചോട്ടെ. വചനത്തിൽ അവഗാഹം ഉണ്ടാകട്ടെ അവർക്ക്. അഗാധത്തിൽ ആഴത്തിലുള്ള അറിവ് ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ നൽകട്ടെ. അതെല്ലാം നല്ലതാ. സ്തോത്രം. ചിലരുടെ വിചാരം ഇതൊക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കുമെന്ന. സ്തോത്രം. അതിനും ഉപരിയായി വളരെ ശക്തമായി നാം പഠിപ്പിക്കേണ്ട, വി ഹാവ് ടു train them. We have to produce that desire in their heart. It has to be created. Hallelujah. That desire needs to be sprouted out in their hearts. Hallelujah. In their minds, in their desires, they have to desire for the baptism of the Holy Spirit. The പരിശുദ്ധാത്മ സ്നാനം ഞങ്ങൾക്ക് ആവശ്യമാണ്, അത്യന്താപേക്ഷിതമാണ്. ജയകരമായ ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ, മുന്നേറുവാൻ ഞങ്ങൾക്കിത് ആവശ്യമാണെന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടാകണം. They have to be convinced about that fact. Praise God. If they are not convinced about that, what will happen is that we won't be able to train that. Just like Apostle Paul has asked. പൗലോസും അപ്പൊല്ലോസും സ്തോത്രം ചോദിച്ചതുപോലെയുള്ള ചോദ്യങ്ങൾ നാം ചോദിച്ചേ മതിയാകും. സ്തോത്രം. അത് ചോദിക്കുമ്പോൾ we don't need to offend them. സ്തോത്രം. We don't need to get offended, but we need to say that this is a very necessary thing in ministry. പരിശുദ്ധാത്മ സ്നാനം
ശുശ്രൂഷയിൽ വളരെ അത്യന്താപേക്ഷിതമാണ്. സ്വതന്ത്രം. കർത്താവ് യേശുക്രിസ്തു കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയുന്നത്, കർത്താവ് യേശുക്രിസ്തുവിനോട് ചോദിച്ച ചോദ്യം ഈ രാജ്യം യഥാസ്ഥാനപ്പെടുത്തുന്ന എപ്പോഴാണ്? ഇപ്പോൾ അനേകർക്കുള്ള ചോദ്യങ്ങളാണ്. ഇപ്പോൾ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും യുദ്ധക്കെടുതികളും, സ്തോത്രം, പലരും 3-ാം ലോക മഹായുദ്ധമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. ഇസ്രായേലിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പലരും പ്രസംഗിക്കുന്നു. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഏറ്റവും അത്യന്താപേക്ഷിതമായ എന്താണ് എന്നുള്ളത് പലപ്പോഴും നാം മറന്നുകൊണ്ടാണ് ഈ വക കാര്യങ്ങളിലേക്ക് ചിന്തിക്കുന്നത്. സ്വതം എപ്പോഴാണ് ലോകം അവസാനിക്കുന്നത്? എപ്പോഴാണ് കർത്താവിൻ്റെ വരവ്? ഇതെല്ലാം പിതാവിൻ്റെ അധികാരത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. നാം അതിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ട എന്നല്ല, സ്തോത്രം, നാം അതിനു വേണ്ടി ഒരുങ്ങണ്ട എന്നൊന്നുമല്ല. പക്ഷേ ഏറ്റവും ശക്തമായി നമുക്ക് ആവശ്യമുള്ളത് ഈ തലമുറയിൽ, സ്തോത്രം, കർത്താവിൻ്റെ വരവോളം നിലകൊള്ളുവാൻ, നിത്യതയിൽ കാണപ്പെടുവാൻ ആവശ്യമായത് ഈ വക അറിവുകളൊന്നും ഇല്ലെങ്കിലും നാം ദൈവസ്ഥലിൽ എടുക്കപ്പെടും. കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ നാം ഉയർക്കും. സ്തോത്രം, ഹല്ലേലൂയ. മരിച്ച് മൺമറഞ്ഞാൽ ഉയർക്കും, ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടും. അതിനൊന്നും ഈ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അറിയണമെന്നില്ല. സ്തോത്രം. പക്ഷേ അനുഭവം ആവശ്യമാണ്. ചില കാര്യങ്ങൾ നാം അനുഭവിക്കേണ്ടത് ആവശ്യമാണ്. അറിവും അനുഭവവും തമ്മിൽ വ്യത്യാസമുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ദൈവവചനത്തിലേത് ഹല്ലേലൂയ കർക്കശമായി, ഹല്ലേലൂയ സമയബന്ധിതമായി അറിവ് നേടുവാൻ നമുക്ക് സാധ്യമാകാതെ വരും. സ്തോത്രം, ഹല്ലേലൂയ. 1-ാം നൂറ്റാണ്ടിലെ ദൈവജനമൊക്കെ പലരും തിയോളജിക്കലായിട്ട് പല കാര്യങ്ങളും അറിയാതെയാണ് അവർ ഭേദ്യമേറ്റത്. എന്നാൽ അവരൊക്കെ ദൈവത്തിൽ കാണപ്പെട്ടു. കാരണം എന്തുകൊണ്ട്? അവർ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിലകൊണ്ടു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ നാളുകളിൽ പരിശുദ്ധാത്മ സ്നാനം എന്ന അനുഭവം, ഹല്ലേലൂയ, ആ ഒരു അനുഭവത്തിലേക്ക് നയിക്കപ്പെടുവാൻ, അത് നമ്മുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, നമ്മുടെ തലമുറകളിൽ ജയകരമായ ക്രിസ്തുജീവിതം നയിപ്പാൻ അത്യന്താപേക്ഷിതമാണെന്നുള്ള ബോധ്യം ജനങ്ങളിലും ദൈവജനത്തിലും, ഹല്ലേലൂയ, കുഞ്ഞുങ്ങളിലും തലമുറകളിലും പകരുവാൻ നമുക്കിടയാകണം. ആരാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്? സ്തോത്രം. ഈ ചോദ്യങ്ങൾ നാം ദൈവസന്നിധിയിൽ, ദൈവസഭകളിലേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ടവരോട് നാം ചോദിക്കണം. നിങ്ങൾ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചുവോ? ദൈവദാസന്മാർ പോലും പലരും ദൈവസന്നിധിയിൽ, ഹല്ലേലൂയ, അനുഭവങ്ങളെ പ്രാപിക്കാതെ ശുശ്രൂഷയിൽ ഏർപ്പെടുമ്പോൾ ഇവിടെ പറയുന്നു, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. പ്രൈസ് ദി ലോർഡ്. ശക്തി ലഭിച്ച് സാക്ഷികളാകുന്നതും, സ്തോത്രം, ശക്തി ലഭിക്കാതെ സാക്ഷികളാകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്തോത്രം. സുവിശേഷാത്മാവ് നമ്മുടെ ഉള്ളിൽ ശക്തമായി വരുന്നത് പരിശുദ്ധാത്മ സ്നാനം നാം പ്രാപിക്കുമ്പോഴാണ്. അപ്പോഴാണ് മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കണമെന്നുള്ളൊരു വലിയ അഭിവാഞ്ഛ ഉണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി നമ്മെ ദൈവം വിളിച്ചിരിക്കുമ്പോൾ, ഹല്ലേലൂയ, കർത്താവ് യേശുക്രിസ്തു പറയുക, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾക്ക് എന്തുള്ളതല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ പറയാണ്, ദൈവത്തിൻ്റെ അധികാരത്തിൽ വെച്ചിരിക്കുന്ന സമയങ്ങളെയും കാലങ്ങളെയും കുറിച്ച് ആരായുന്നത് നിങ്ങൾക്കുള്ളതല്ല. സ്തോത്രം. There are a lot of things that are under the authority of God. There are a lot of times and seasons that are purely, solely under the authority of God. We have to accept it. Praise the Lord. Hallelujah. ദൈവത്തിൻ്റെ അധികാരത്തിൽപ്പെട്ട ചില കാര്യങ്ങളെ നാം അത് അതേപോലെ ദൈവത്തിൻ്റെ അധികാരത്തിൽപ്പെട്ടതാണെന്ന് നാം സമ്മതിക്കണം. സ്തോത്രം. അതിൽ പിടിച്ച് തൂങ്ങിക്കൊണ്ട് നാം പരിശുദ്ധാത്മ സ്നാനത്തിനായി ഒരുങ്ങുവാനും ഊന്നുവാനും ഊന്നൽ നൽകുവാനും കഴിയത്തില്ല. സ്തോത്രം. ഈ ദിവസങ്ങളിൽ അത് നാം ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ആ ഒരു കാര്യത്തിൽ നാം യഥാസ്ഥാനപ്പെടണം. ആ ഒരു കാര്യത്തിൽ ഒരു മടങ്ങിവരവ് നമുക്ക് വേണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അധികാര പരിധിയിൽപ്പെട്ട കാര്യങ്ങളിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ടോ? സ്തോത്രം. കർത്താവിന്, ദൈവത്തിന്, യോബ് ചോദിച്ചതുപോലെ ദൈവത്തിന് മന്ത്രിയായിരിക്കാൻ ആർക്ക് കഴിയും? സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് ഉപദേശകനായിരിക്കാൻ ആർക്ക് കഴിയും? കർത്താവെ, ഇങ്ങനെ കാര്യങ്ങളാണ് എന്നുള്ളത് പറയുവാൻ നമുക്ക് പലപ്പോഴും അധികാരമില്ല. നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവ് തന്നെ പറഞ്ഞതാ, കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാർ ചുരുക്കം. കൊയ്ത്തിൻ്റെ യജമാനനോട് അപേക്ഷിക്കണം. സ്തോത്രം. കൊയ്ത്ത് വളരെ ഉള്ളതുകൊണ്ട് രാവിലെ അരിവാളുമായിട്ട് ഇറങ്ങാനല്ല പറഞ്ഞത്, കൊയ്ത്തിൻ്റെ യജമാനോട് അപേക്ഷിക്കണം. എന്താണ് അപേക്ഷിക്കേണ്ടത്? സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ അപേക്ഷിക്കേണ്ടത് എന്തും നാം തിരിച്ചറിയണം. ദൈവസന്നിധിയിൽ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി, സ്തോത്രം, ദൈവപ്രവൃത്തി മുന്നേറുവാൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിർവഹണത്തിനായി എന്താണ് നാം ചെയ്യേണ്ടത്? സ്തോത്രം. ഇന്നത്തെ കാലത്ത് സംഭവിക്കുന്നത്, നാം തന്നെ സ്ട്രാറ്റജി മെനയുകയാണ്. സ്തോത്രം. കൊയ്ത്തിൻ്റെ യജമാനാണ് ഇത് പറയേണ്ടത്. കാരണം വയൽ അദ്ദേഹത്തിൻ്റെതാണ്. സ്തോത്രം. ഈ നെൽമണികൾ അദ്ദേഹത്തിൻ്റെതാണ്. ദൈവത്തിൻ്റെ സമയത്താണ് ഇത് കൊയ്ത് വെക്കേണ്ടത്. കർത്താവ് പറയുന്നത് പോലെയായി ചെയ്യേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ജോലിക്കാരുടെ ഇഷ്ടമല്ല അവിടെ നിവൃത്തിയാകുന്നത്, യജമാനൻ്റെ ഇഷ്ടമാണ് അവിടെ നിവൃത്തിയാകേണ്ടത്. യജമാനൻ്റെ ഇഷ്ടം അനുസരിച്ച് വേണം വേല ചെയ്യുവാൻ. ഇന്നൊരുപാട് കർത്താവിൻ്റെ വേല ലോകമെമ്പാട് നടക്കുന്നുണ്ട്. സ്തോത്രം. പക്ഷേ യജമാനോട് അപേക്ഷിക്കാതെ ഉള്ള കർത്താവിൻ്റെ വേല, അത് ഒരിക്കലും അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. അത് നാം മനസ്സിലാക്കണം. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ വാക്ക് വളരെ ശ്രദ്ധേയമാണ്.
കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാർ ചുരുക്കമാണ്. കൊയ്ത്തിൻ്റെ യജമാനോട് അപേക്ഷിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. കൊയ്ത്തിൻ്റെ യജമാനോട് അപേക്ഷിക്കുമ്പോൾ, ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ ദൈവം നമ്മോട് പറഞ്ഞു തരും. ശിഷ്യന്മാർ, അപ്പോസ്തലന്മാർ ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് കടന്നുപോയി കർത്താവിൻ്റെ വേല ചെയ്തു. പൗലോസ് അപ്പോസ്തലൻ 3 മിഷണറി യാത്രകൾ താൻ ചെയ്തു. അവിടെയെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക നടത്തിപ്പ് അവരുടെ യാത്രകൾ നമുക്ക് കാണുവാൻ കഴിയും. ചിലയിടത്ത് പോകരുതെന്ന് പറഞ്ഞു, ചിലയിടത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവർ നയിക്കപ്പെട്ടതുകൊണ്ടാണ്. സ്തോത്രം. ഇന്ന് സ്തോത്രം, ഹല്ലേലൂയ, ലക്ഷ്യമില്ലാതെ അമ്പെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് കയ്യിലുള്ള അമ്പുകളെല്ലാം നാം ചെലവാക്കുന്നുണ്ട്. പക്ഷെ ലക്ഷ്യമില്ലാതെ ഫലപ്രാപ്തിയിലേക്ക് എത്താതെ കടന്നു പോകുന്നതിൻ്റെ കാര്യം നാം നയിക്കുന്ന ആളുകളും സ്തോത്രം യഥാർത്ഥ ലക്ഷ്യങ്ങളിലേക്ക് എത്തുവാൻ ഹല്ലേലൂയ പലപ്പോഴും നമുക്ക് കഴിയാത്തത് കൊണ്ടാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ്, അപ്പൊല്ലോസ്, പത്രോസ് എന്നിവരുടെ എല്ലാം വെളിപ്പെട്ട ദൈവപ്രവൃത്തിയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് മുൻപിൽ നിന്നത്. അവർ പോയിടത്തെല്ലാം ചോദിച്ചൊരു ചോദ്യമുണ്ട്, പരിശുദ്ധാത്മ നിറവിൽ നിങ്ങൾ ആരാധിച്ചോ? ഇവിടെ ആരാണ് ലീഡേഴ്സ് എന്നുള്ളതല്ല അവർ ചോദിച്ചത്. അവരൊരു ഹല്ലേലൂയ സ്തോത്രം ഒരു സഭയുടെ ഹല്ലേലൂയ മറ്റ് വിഷയങ്ങളായിരുന്നില്ല അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഈ കാലഘട്ടം നാം ചിന്തിച്ചു നോക്കിയേ, ദൈവസഭ ഡ്രിഫ്റ്റായി പോയ കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഉദ്ദേശത്തിൽ നിന്ന് ഹല്ലേലൂയ, ദൈവസഭയുടെ ദൗത്യത്തിൽ നിന്ന് ദൈവസഭ മാറിപ്പോയ ഒരു അനുഭവം നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. യഥാർത്ഥമായി വില കൊടുക്കേണ്ടത്, യഥാർത്ഥമായി ഊന്നൽ നൽകേണ്ടത്, യഥാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടത്, യഥാർത്ഥമായി നാം കൺസേൺ ആയിരിക്കേണ്ടത്, യഥാർത്ഥമായി നമ്മുടെ ആത്മഭാരം ഉണ്ടാകേണ്ട വിഷയത്തിൽ നിന്ന് നാം വ്യതിചലിച്ചിട്ട് സ്തോത്രം, ഹല്ലേലൂയ, എന്തിലേക്കാണ് വരുന്നത്? നാം മറ്റു പല വിഷയങ്ങളൊക്കെ ശിഷ്യന്മാർ ചോദിച്ച ചോദ്യം അത് മറ്റു പല തരത്തിലാണ് നാം ചോദിക്കുന്നത്. അവർ ചോദിക്കുന്നത് ഇത് ഇസ്രായേലിനെ രാജ്യം യഥാസ്ഥാനപ്പെടുത്തുന്നത് ഇപ്പോഴോ എന്ന് ചോദിക്കുമ്പോൾ നാം ചോദിക്കുന്ന ചോദ്യങ്ങൾ മറ്റു പലതരത്തിലുള്ളതാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിൽ നിന്നും ദൈവ പദ്ധതിയിൽ നിന്നും നാം തെന്നിമാറി മറ്റെന്തിലൂന്നും നൽകിയാലും ദാറ്റ് ഈസ് റോങ് ഫോക്കസ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അത് റോങ് ഫോക്കസ് ആണ്. ആത്മനിറവോടെ ദൈവത്തെ ആരാധിക്കുന്ന, ആത്മാവിൻ്റെ ഐക്യതയുള്ള, ദൈവസ്നേഹത്തിൽ നിലകൊള്ളുന്ന, ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തോടുള്ള ബന്ധത്തെ, പരിശുദ്ധാത്മ സ്നാനത്തോടുള്ള ബന്ധത്തെ ഉരുത്തിരിഞ്ഞ കാര്യങ്ങളാണ്. സ്നേഹം വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. സ്തോത്രം, ഹല്ലേലൂയ. ഐക്യത വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. പ്രൈസ് ആത്മാവിൻ്റെ ഫലങ്ങളാണ് ഇതൊക്കെ. സ്തോത്രം, ഹല്ലേലൂയ. തമ്മിൽ കൂട്ടായ്മ ആചരിക്കണമെങ്കിൽ, അതിനെ കൂട്ടായ്മയെന്ന് ദൈവം വിളിക്കണമെങ്കിൽ ത്രിയേക ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം വേണം. പ്രിയമുള്ളവർ, ഇത് നാം മനസ്സിലാക്കണം. പലപ്പോഴും നാം വിചാരിക്കുന്നത് മറ്റ് പല കാര്യങ്ങളാൽ നമുക്ക് കാര്യങ്ങളെ ശരിയാവുന്നതാണ്. സ്തോത്രം. എന്നാൽ ഇതല്ല. പരിശുദ്ധാത്മ നിറവിൽ മുന്നോട്ട് പോകുന്നൊരു സഭയ്ക്ക് ഇതെല്ലാം സാധ്യമാണ്. ആത്മനിറവോടെ മുന്നോട്ട് പോയില്ലെങ്കിൽ നമുക്ക് പലതും കൈമോശം വരും. സ്തോത്രം, ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, ഏറ്റവും ആദ്യം നാം ഊന്നൽ നൽകേണ്ടത് ഇതിനു വേണ്ടിയാണ്. കാരണം ദൈവസഭയുടെ കോമ്പോസിഷൻ തന്നെ, ദൈവസഭയെ ദൈവം നിലനിർത്തിയിരിക്കുന്നത് തന്നെ. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞെന്താണ്? ഞാൻ പോകുമ്പോൾ കാര്യസ്ഥ നിങ്ങളുടെ അടുക്കൽ വരും. സ്തോത്രം. അത് വളരെ ഊന്നൽ നൽകി കർത്താവ് യേശു ക്രിസ്തു തൻ്റെ സ്വർഗ്ഗാരോഹണ സമയത്ത് പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ദ കമ്പോസിങ് പവർ, നിങ്ങളെ ചേർത്ത് നിർത്തുന്ന ശക്തി, ഹല്ലേലൂയ, സംഘടനാ ബലമല്ല. സ്തോത്രം. ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ല, ദൈവസഭയുടെ ആൾപ്പെരുപ്പമല്ല നിങ്ങളെ ചേർത്ത് നിർത്തുന്നത്. നിങ്ങൾ ആദ്യത്തെ പ്രസംഗം, ഹല്ലേലൂയ, ശിഷ്യന്മാർ അപ്പോസ്തലനായ പത്രോസിന്റെ നേതൃത്വത്തിൽ പ്രസംഗിക്കും മുമ്പ് തന്നെ പരിശുദ്ധാത്മാവിന്റെ സ്നാനം വന്നു. ഹല്ലേലൂയ, സ്തോത്രം. അത് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യമേ പ്രസംഗിക്കുക, നിങ്ങൾ കുറച്ചുപേരെ കൂട്ട്, എന്നിട്ട് പരിശുദ്ധാത്മദാനം വരുമെന്നുള്ളതല്ല കർത്താവ് വെച്ച വ്യവസ്ഥ. നിങ്ങൾ കാത്തിരിക്കണം, പ്രാപിക്കണം, പുറപ്പെടണം. സ്തോത്രം, ഹല്ലേലൂയ. ഇതെല്ലാം സെക്കൻഡറി ആയി ഇന്നത്തെ കാലത്ത്. സ്തോത്രം. ആദ്യം ബൈബിൾ കോളേജിൽ പോകണം, പഠിക്കണം, പിന്നെ ഒരു വേലയ്ക്കൊരു സ്ഥലം കണ്ടെത്തണം. ഏറ്റവും അവസാനമാണ് നാം പരിശുദ്ധാത്മാവിൻ്റെ സ്നാനത്തിനും അതിനും പ്രയോറിറ്റി നൽകുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. മറ്റെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളിലും നമ്മൾ സെറ്റിലായിട്ട് സ്വസ്ഥത പ്രാപിച്ചിട്ട് അല്ല. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങളോട് നാം പറയണം, ദിസ് ഈസ് വെരി വിത്ത് അറ്റ്മോസ്റ്റ് പ്രയോറിറ്റി വി ഹാവ് ടു ടോക്ക് ടു ദം. വി ഹാവ് ടു convince them, hallelujah, that you need this. Hallelujah. You cannot be a minister of the kingdom of God. ദൈവ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ ഒരു ശക്തിയില്ലാതെ, ഈ പരിശുദ്ധാത്മ സ്നാനമില്ലാതെ നിങ്ങൾക്ക് മുന്നേറുവാൻ കഴിയത്തില്ല. സ്തോത്രം. നമ്മൾ പറയും, അയ്യോ, പരിശുദ്ധാത്മ സ്നാനമില്ലാതെ എത്രയോ ക്രിസ്ത്യാനികൾ ജീവിക്കുന്നു, എത്രയോ ആളുകൾ മുന്നോട്ട് പോകുന്നു. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അളവിൽ ദൈവരാജ്യം മുന്നേറണമെങ്കിൽ ഇത് ആവശ്യമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇതാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയുടെ മുന്നേറ്റത്തിൻ്റെ ഓർഡർ നാം ഒന്ന് ശ്രദ്ധിക്കണം. സ്തോത്രം. എവിടെ ദൈവസഭ സ്ഥാപിച്ചാലും ഈ ചോദ്യമാണ് അപ്പോസ്തലന്മാർ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. എവിടെ ക്രിസ്തുവിൽ വിശ്വസിച്ചവരെ കണ്ടാലും ഈ ചോദ്യമാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഇന്നത്തെ കാലത്ത് ദൈവസഭകൾ ഇവിടെ സ്ഥാപിക്കപ്പെട്ടാലും അവിടെ പ്രയോറിറ്റീസ് മാറിപ്പോയി. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് ആലയം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് വിശ്വാസം
വിശ്വാസികൾ വേണ്ട എന്നല്ല പറയുന്നത്, നമുക്ക് കൂട്ടായ്മകൾ വേണ്ട എന്നല്ല പറയുന്നത്. സ്തോത്രം. ദൈവദാസന്മാർ നമുക്ക് വേണ്ട എന്നല്ല പറയുന്നത്. ഇതെല്ലാം നമുക്ക് ആവശ്യമായി, ഇതിലെല്ലാം നാം ഊന്നൽ നൽകി മുന്നേറണം. എന്നാൽ ഏറ്റവും പരമപ്രധാനമായി നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ വിഷയങ്ങൾ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, രാജ്യം യഥാസ്ഥാനപ്പെടുത്തുന്നതോ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ അധികാരം വരുതിയിരിക്കുന്ന മറ്റ് കാര്യങ്ങളോ, അതിനുവേണ്ടി നമുക്കൊരു പക്ഷേ പ്രാർത്ഥിപ്പാനിടയായി തീരും. നമുക്കതിനു വേണ്ടി കാത്തിരിപ്പാനിടയിൽ, കർത്താവിൻ്റെ വരവിന് വേണ്ടി നിങ്ങൾ കാത്തിരുന്നോ? അതിന് യാതൊരു പ്രശ്നം, കർത്താവിൻ്റെ വരവിനെ ബന്ധപ്പെട്ട് അതിനായി കാത്തിരിക്കണം, ശരിയാ. പക്ഷേ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം. എൻ്റെ സാക്ഷികളാകുവാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മ സ്നാനം പര്യാപ്തമാണ്, ആവശ്യമാണ്, അത്യന്താപേക്ഷിതമാണ്. സ്തോത്രം. ഹല്ലേലൂയ. എങ്ങനെയാണ് സാക്ഷികളാകുന്നത്? ശക്തിയോടെ ഉള്ള ശക്തി ലഭിച്ചിട്ട് ഉള്ള സാക്ഷികൾ. പ്രിയമുള്ളവരെ, ദൈവസഭ ആദിമ നൂറ്റാണ്ടിൽ വളരുവാൻ പ്രധാനപ്പെട്ട കാരണം, ജീവിതങ്ങൾ വിടുവിടിക്കപ്പെടുവാൻ പ്രധാനപ്പെട്ട കാരണം, അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുവാൻ പ്രധാനപ്പെട്ട കാരണം ഇവർ ശക്തി ലഭിച്ചവരായിരുന്നു. സ്തോത്രം. പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാൻ അവർക്കിടയായി തീർന്നത്. ഇന്നത്തെ ദൈവസഭകൾ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ ഓർത്ത് നോക്കിയേ, പെർസിക്യൂഷൻ വന്നാൽ, പ്രതികൂലം വന്നാൽ, കാര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലാതെ വന്നാൽ, ഹല്ലേലൂയ, കർത്താവിൻ്റെ വേലയുടെ മുഖത്ത് പ്രതികൂലങ്ങൾ നമുക്ക് ആഞ്ഞടിച്ചാൽ എത്ര പേർക്ക് നിലനിൽക്കുവാൻ കഴിയുമെന്നുള്ളത് നാം ചിന്തിക്കണം. സ്തോത്രം. കാര്യങ്ങൾ അനുകൂലമായിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ കാര്യങ്ങൾ നമുക്ക് പ്രതികൂലമാകുമ്പോൾ, ഒന്നാം നൂറ്റാണ്ടിലെ സഭ തീച്ചുളയ്ക്ക് നടുവിൽ നിന്ന് ദൈവസഭയെ പണിതുയർത്തിയവരാ. പെരുവെള്ളത്തിൻ്റെ ഇരച്ചിലിന് നടുവിൽ നിന്നുകൊണ്ട് ദൈവസഭയെ ഉയർത്തിയവരാ. യോർദാന്റെ പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവസഭയെ കെട്ടുപണി ചെയ്തവരാ. ഇന്നത്തെ കാലത്തെ പോലെ അല്ല അന്ന് കർത്താവിൻ്റെ സഭ വളർന്നത്. സ്തോത്രം. ഇറ്റ് വാസ് എ ജോമെട്രിക്കൽ പ്രോഗ്രഷൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 300 പേര്, 3000 പേര്, ഇങ്ങനെ സ്തോത്രം, ആയിരക്കണക്കിന് ആളുകൾ ദൈവസഭയുടെ. എന്നാ 4 വഴിക്ക് അവർക്ക് ആലയമില്ല, അവർക്ക് സ്വന്തമായ ഐഡന്റിറ്റി ഇല്ല, ഇവരാരെന്നുള്ള വ്യക്തത സമൂഹത്തിനില്ല. സ്തോത്രം. ഇവരെ ഹല്ലേലൂയ സംശയദൃഷ്ടിയോടെ നോക്കിക്കാണുന്ന, കണ്ടു കഴിഞ്ഞാൽ കല്ലെറിയുന്ന, സ്തോത്രം, ഹല്ലേലൂയ, അനുഭവത്തിൽ നിന്നുകൊണ്ട് അവർ സമൂഹത്തിൽ ഒരു വലിയ മാറ്റമുണ്ടാക്കുവാനിടയായി. എന്തുകൊണ്ട്? കർത്താവിൻ്റെ വാഗ്ദത്തം അവരിൽ നിവൃത്തിയായി. പ്രിയമുള്ളവരൊരു വാഗ്ദത്തമായത്. ദിസ് ഇസ് എ പ്രോമിസ്. ഹല്ലേലൂയ. ദിസ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് ഈസ് വേഗ്. ഇന്നത്തെ കാലത്ത് പല ആളുകളും പറയുന്നത്, സ്തോത്രം, ഇതൊരു ഓപ്ഷണലായിട്ടാണ്. എന്നാൽ ദൈവസഭ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൻ്റെ വക്താക്കളായി, ക്രിസ്തുവിൻ്റെ വക്താക്കളായി, സുവിശേഷത്തിൻ്റെ വക്താക്കളായി നാം നിലകൊള്ളുമ്പോൾ ലജ്ജ കൂടാതെ, ഹല്ലേലൂയ, സ്തോത്രം, യാതൊരു മറയും കൂടാതെ നാം പറയണം, പരിശുദ്ധാത്മ സ്നാനം അത് വേണം. ഹല്ലേലൂയ. നമ്മുടെ തലമുറകൾ പ്രാപിക്കണം. അതിനുവേണ്ടി ഞങ്ങൾ നിലകൊള്ളുന്നു, പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അത് കൂടാതെ കർത്താവിൻ്റെ വേലയിൽ നമുക്ക്, ഹല്ലേലൂയ, മുന്നേറുവാൻ സാധ്യമല്ല എന്നുള്ളത് വ്യക്തമായി നാം പറയണം. സ്തോത്രം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ ദൈവകൃപയിൽ ആശ്രയിച്ച് നമുക്ക് മുന്നേറുവാൻ കഴിയത്തുള്ളൂ. നമ്മുടെ തലമുറയെ അതിനെ എക്യുപ്പ് ചെയ്യാൻ നമുക്ക് കഴിയത്തുള്ളൂ. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ പുറപ്പെടണം. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഇന്ന് പുറപ്പെടലും കഴിഞ്ഞ്, സ്തോത്രം, ഹല്ലേലൂയ, എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി, സ്തോത്രം, ഹല്ലേലൂയ, പിന്നീട് എപ്പോഴോ ഒക്കെയാണ് ഇതിനെക്കുറിച്ചുള്ള ചിന്തയും പ്രാർത്ഥനകളും നാം ഉരുവിടുവാൻ തുടങ്ങുന്നത്. സ്തോത്രം. എന്നാൽ കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ, നമ്മൾ ആ രീതിയിൽ ശിക്ഷണം ചെയ്ത്, സ്തോത്രം, ഹല്ലേലൂയ, അവരെ പരിശീലിപ്പിച്ച് വചനം അവർക്ക് പറഞ്ഞു കൊടുത്ത് പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കണം. ഹല്ലേലൂയ. വിശുദ്ധിയും വേർപാടോടും ജീവിപ്പാൻ കർത്താവിൻ്റെ സന്നിധിയിൽ, ഹല്ലേലൂയ, നിഷ്കളങ്കരായി നിലകൊള്ളുവാൻ പരിശുദ്ധാത്മ സ്നാനം ആവശ്യമാണ്. സ്തോത്രം. സോ ഇൻ ഓർഡർ ടു ഗിവ് ദാറ്റ് വി നീഡ് ടു പ്രയോറിറ്റൈസ് ദാറ്റ്. ഹല്ലേലൂയ. അതാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങളിൽ വ്യാപരിക്കുന്ന ഈ ലോകപരമായ ചിന്തകൾ, യു ഹാവ് ടു അൺലേൺ ദാറ്റ്. ഹല്ലേലൂയ. നിങ്ങൾ അതിനെ ത്യജിക്കണം. സ്തോത്രം. എങ്കിൽ മാത്രമേ ഇതിനെ പ്രാപിപ്പാൻ കഴിയൂ. രണ്ടും കൂടെ ഒരേ സമയത്ത് വെച്ചു പുലർത്തുവാൻ കഴിയത്തില്ല. സ്തോത്രം. ദൈവസഭയ്ക്കകത്ത്, സ്തോത്രം, ദൈവിക സമൂഹങ്ങളിൽ, ഹല്ലേലൂയ, ആത്മീയ ഗോളത്തിൽ, ഹല്ലേലൂയ, മറ്റ് പല കാര്യങ്ങളും കയറി വന്നതുകൊണ്ട്, മറ്റു പല കാര്യങ്ങളും ഇതിൻ്റെ സ്ഥാനത്തെ അപഹരിച്ചത് കൊണ്ടാണ് ഇത് ദൈവപ്രവൃത്തിക്ക്, സ്തോത്രം, ഭംഗം. അതല്ല, ദൈവത്തിൻ്റെ ശക്തി കുറഞ്ഞതല്ല. ദൈവത്തിൻ്റെ ശക്തി ഇന്നും വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എൻ്റെ ദൈവം ബാധ്യസ്ഥനാണ്. ഇന്നും ആളുകൾ പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുന്നു. കാലഹരണപ്പെട്ടു പോയൊരു കാര്യമല്ലിത്. സ്തോത്രം. ആഗ്രഹിക്കുന്നവർ പ്രാപിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നും ഉപവാസ പ്രാർത്ഥനകളിൽ ആത്മസ്നാനം നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്നും വലിയ കൺവെൻഷനുകളിൽ, ക്രൂസേഡുകളിൽ, ഹല്ലേലൂയ, സ്തോത്രം, മഹായോഗങ്ങളിൽ, ഹല്ലേലൂയ, ദൈവസഭകൾ, ലോക്കൽ ദൈവസഭകളിൽ, ഉപവാസ പ്രാർത്ഥനകളിലൊക്കെ പരിശുദ്ധാത്മ സ്നാനം ദൈവജനം പ്രാപിക്കുന്നു. അപ്പോൾ എന്താണ് കാര്യം? സ്തോത്രം. ഇത് പ്രാപിപ്പാൻ നമുക്ക് കഴിയാതെ പോകുന്നെങ്കിൽ നമ്മുടെ പ്രയോറിറ്റീസ് നമ്മൾ ചിന്തിക്കണം. ഹല്ലേലൂയ. വാട്ട് ഈസ് മൈ പ്രയോറിറ്റി ഇൻ മൈ ലൈഫ്, ഇൻ മൈ സ്പിരിച്വൽ ലൈഫ്, ഇൻ മൈ സ്പിരിച്വൽ ജേർണി? വാട്ട് ഈസ് ദാറ്റ് ഐ പ്രയോറിറ്റൈസ്? ഞാൻ ദൈവത്തിൽ ആഗ്രഹിക്കുന്നത് എന്താണ് എന്നുള്ളത് ഒന്ന് ചിന്തിപ്പാൻ ഇന്ന് പകൽക്കാലം നാം തയ്യാറാകണം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി പൗലോസ് ചോദിച്ചതുപോലെ, എഫെസോസിലെ
എഫെസോസിലെ ശിഷ്യന്മാരോട് ചോദിച്ചതുപോലെ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ഹല്ലേലൂയ, സ്തോത്രം. തമ്മിൽ കാണുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. വിശ്വസിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവുണ്ട്, സ്തോത്രം. പരിശുദ്ധാത്മാവിടെ ഉള്ളിൽ പ്രവേശിച്ചതുകൊണ്ടാണ് അവർ വിശ്വസിക്കാനിടയായിത്തീർന്നത്. എന്നാൽ ഇവിടെ ചോദിക്കുന്ന പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച്, സ്തോത്രം. ഹല്ലേലൂയ, അതാണ് അതിൻ്റെ അർത്ഥം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാൽ നാം രക്ഷിക്കപ്പെടുന്നു. രക്ഷിക്കപ്പെട്ട ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ആത്മനിറവോടെ ആത്മസ്നാനം പ്രാപിക്കുക. കർത്താവിൻ്റെ കൽപ്പനയായ ജലസ്നാനം പ്രാപിച്ചവർ ആഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ പരിശുദ്ധാത്മ സ്നാനം ഞാൻ പ്രാപിക്കണം. യോഹന്നാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, എന്നാൽ ഞാൻ ആത്മാവ് കൊണ്ടും തീ കൊണ്ടും നിങ്ങളെ സ്നാനം കഴിപ്പിക്കുമെന്ന് അരുളി ചെയ്ത നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിൻ്റെ സന്നിധിയിൽ, ഹല്ലേലൂയ, പരിശുദ്ധാത്മ സ്നാനം നൽകുന്നവൻ നമ്മുടെ കർത്താവ്. കർത്താവിൻ്റെ കരുണയ്ക്കായി നാം അപേക്ഷിക്കണം. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും ഞങ്ങൾ പ്രാമുഖ്യം നൽകിയിട്ടില്ല. ഹല്ലേലൂയ, ഞങ്ങളുടെ തലമുറയുള്ള ബന്ധം ഞങ്ങൾ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. അവർക്ക് വേണ്ടി മറ്റു പല വിഷയങ്ങളൊക്കെ നാം പ്രാർത്ഥിക്കും. കർത്താവേ, എൻ്റെ തലമുറകൾ, ഹല്ലേലൂയ, സ്തോത്രം, ഈ പെന്തക്കോസ്തുകാരെന്ന പേര് കൊണ്ട് മാത്രമല്ല, അനുഭവത്തിൽ, ഹല്ലേലൂയ, അവർ ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ ആദിമസഭയിലെ സഭയിലൊരു അനുഭവം നമ്മുടെ ഉള്ളിൽ, ഹല്ലേലൂയ, നമ്മുടെ ദൈവസഭയിൽ സാധ്യമാകുവാൻ ഈ ദിവസമുള്ളൊരു വാഞ്ച പ്രാർത്ഥന മാതാപിതാക്കളിൽ തലമുറകളിൽ വെളിപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ, ഈ ഒരു അഭിവാഞ്ച, ഒരു കൈമാറ്റം ചെയ്യപ്പെടുവാൻ നമുക്ക് ദൈവകൃപ തരട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളുടെ ദിവസം അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം നമ്മെ കേൾപ്പിച്ച ആലോചനയ്ക്ക് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത്, നിങ്ങളുടെ അധികാരത്തിൽ, നിങ്ങളുടെ അധികാര പരിധിയിൽ, നിങ്ങളുടെ ഹല്ലേലൂയ ചോദ്യത്തിൽ, നിങ്ങൾക്ക് ആരാഞ്ഞറിയേണ്ടതിൽ പെടാത്ത കാര്യങ്ങൾ നിങ്ങൾ അതിനെപ്പറ്റി നിങ്ങൾ ഭാരപ്പെടാതെ, സ്തോത്രം, പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി നിങ്ങൾ കാത്തിരിക്കുക. സ്തോത്രം. ശക്തി ലഭിപ്പാൻ നിങ്ങൾ കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക, അപേക്ഷിക്കുക. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവസഭയിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇതാണ്. നിങ്ങൾ എൻ്റെ സാക്ഷികളായി തീരും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. യേശുവിൻ്റെ സാക്ഷികളായി തീരുവാൻ, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ. ഹല്ലേലൂയ. അതാണ് നമ്മൾ എന്ത് ചെയ്താലും, നമ്മുടെ ജീവിതത്തിൽ നാം എന്ത് ചെയ്താലും ദൈവനാമം നമ്മിൽ കൂടെ മഹിമപ്പെടണം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ സ്വയം ഉയരാതെ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ, ഹല്ലേലൂയ, നമ്മുടെ ഈഗോ ഒക്കെ മാറ്റിവെച്ചിട്ട്, നമ്മളുടെ സ്വയം എന്നുള്ളത് മാറ്റിവെച്ചിട്ട്, നമ്മുടെ അജണ്ടയിൽപ്പെട്ട പല കാര്യങ്ങളും മാറ്റി, കർത്താവ് ഇതിനെ ഒന്നും നൽകുവാൻ, ഇത് ഞങ്ങളുടെ തലമുറ ദിവസത്തിൽ കാണപ്പെടുവാൻ, ഹല്ലേലൂയ, നാളുകളിൽ ഈ ദേശത്തെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഒരു കൂട്ടം ജനത്തെ ദൈവം വാർത്തെടുക്കേണ്ടതിനായി ദൈവങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ഹല്ലേലൂയ, സ്തോത്രം. ഈ ദിവസമുള്ള ചോദ്യം ഉയരണം. ഹല്ലേലൂയ. ആ പരിശുദ്ധനെ പ്രാപിച്ചില്ലെങ്കിൽ നിങ്ങൾ അതിനായി എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളതിനായി കാംക്ഷിക്കുന്നുണ്ടോ? വാഞ്ചയോടെ പ്രാർത്ഥിക്കുന്നുണ്ടോ? ദൈവപ്രവൃത്തി നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവങ്ങളിലേക്ക് അതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ ചോദിച്ചാൽ പ്രാർത്ഥിക്കും. പ്രിയപിതാവിനോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, അടിയങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുന്ന കർത്താവേ. ശനിയാഴ്ച രാവിലെ ഉപവാസ പ്രാർത്ഥന 3-ാം സെക്ഷനായി അടിയങ്ങൾ ചുരുക്കം പേരായി തിരുസേനയിലായിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ കൂടി വന്ന സന്ദർഭങ്ങൾ ദൈവത്തിന്റെ മഹാസാന്നിധ്യം അടിയങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കുന്നു. നന്ദിയോടെ സ്തോത്രം പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഒക്കെ ദൈവം ഇടയാക്കി. എല്ലാ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, അടിയങ്ങളുടെ പ്രാർത്ഥനയോടെ ഞങ്ങൾ അവിടുത്തെ കൃപയ്ക്കായി യാചിച്ച എല്ലാ വിഷയത്തിന്മേലും സ്വർഗം ഈ നാളുകളിൽ ഞങ്ങൾക്ക് മറുപടി തന്ന് ഞങ്ങളെ വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. കർത്താവേ, അടിയങ്ങളെ മുറ്റുമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. വിശുദ്ധിയോടും നിർമ്മലതയോടും ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിപ്പാനൊക്കെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൽക്കാലം അടിയങ്ങളെ കേൾപ്പിച്ച ദൈവത്തിനായി സ്തോത്രം. കർത്താവേ, പരിശുദ്ധാത്മനിറവോടുകൂടെ ഞങ്ങൾ ദൈവത്തെ ആരാധിപ്പാൻ അവിടുന്ന് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അളവിൽ വിശുദ്ധിയോടും നിർമ്മലതയോടും കൂടെ അടിയങ്ങൾ തിരുസന്നിധിയിലായിരിക്കാൻ, അവിടുത്തെ നാമത്തിനു വേണ്ടി ഞങ്ങൾ ഇടിയിൽ നിൽപ്പാൻ ആവശ്യമാണെന്ന കൃപ തന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നടത്തണമേ. കർത്താവേ, ഞങ്ങൾ തിരുസന്നിധിയിൽ വയ്ക്കുന്ന എല്ലാ വിഷയങ്ങളിന്മേലും ദൈവം ഞങ്ങൾക്ക് മറുപടി നന്ന് സഹായിക്കണമേ. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ സ്തോത്രത്തോടെ ഞങ്ങളുടെ സന്നിധിയിൽ അപേക്ഷിക്കുന്ന വിഷയങ്ങളിന്മേൽ ദൈവം നടകൊണ്ട് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ എല്ലാം തിരുസന്നിധിയിൽ ഏൽപ്പിക്കുകയാണ്. അതിൽ പ്രസാദിക്കണമേ. കർത്താവേ, അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നൽകി ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയായി ഏൽപ്പിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ ദാസനെ ദൈവങ്ങൾ സമർപ്പിക്കുന്നു. വയസ്സുടിപ്പാൻ ബലപ്പെടുത്തിക്കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. പിന്നെയും പരിപാലിച്ചു കൊള്ളണമേ. കർത്താവേ,
ഞങ്ങളെ ഒരിക്കൽ കൂടെ ഏൽപ്പിക്കുന്ന കർത്താവെ, ഇന്ന് വൈകിട്ടത്തെ ആരാധനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ അതിലും എൻ്റെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ. നാളത്തെ സൺഡേ സ്കൂൾ ആരാധനകളൊക്കെ അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എൻ്റെ ദൈവം ഞങ്ങളെ നടത്തണമേ കർത്താവ്. ഈ നിമിഷം തോളും നടത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവകരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നന്ദിയോടെ സ്തോത്രം. ദൈവത്തിൻ്റെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. അടിയങ്ങളെ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിനടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയും നമ്മോട് നാം പ്രാർത്ഥിച്ച വിഷയങ്ങളോട് ദിവസം എല്ലാ കുടുംബങ്ങളോട് ലോകമുള്ള സകലവിശുദ്ധന്മാരുടെ കൂടെ കർത്താവിന് നാൾ വരെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരത്തിൽ പകൽക്കാലം ചെയ്യാൻ നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വരണമേ. നിങ്ങളെല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹല്ലേലൂയ.